ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ലൈവ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ പാലക്കാട് നിന്ന് സുബ്രഹ്മണ്യൻ. ഡോക്ടർ ചോദിച്ചോളൂ. ഹലോ, ഞാൻ പാലക്കാട് നിന്ന് സുബ്രഹ്മണ്യൻ. ചോദിച്ചോളൂ. സർ, എനിക്ക് 63 വയസ്സുണ്ട്. അതെ. അപ്പം 2-3 മാസത്തോളായി ഒരു മൂത്രം ഒഴിക്കുമ്പോ ഒരു കടച്ചിലും, മൂത്രം ഒഴിച്ച് കഴിഞ്ഞാല് ഒരു സെക്കൻഡ് നേരം ഒരു കടച്ചിലും ഉണ്ട്. അപ്പൊ ഞാന് ഒരു യൂറോളജിസ്റ്റിനെ കാണിച്ചപ്പോ കിഡ്നി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, PSA ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, അതുപോലെ മൂത്രം കൾച്ചർ ചെയ്യാൻ പറഞ്ഞു, എല്ലാം പറഞ്ഞു. പക്ഷെ ഈ കിഡ്നിയിലും അല്ല PSA ടെസ്റ്റ് അതൊന്നും ഇല്ല. അപ്പൊ ഈ കൾച്ചർ ചെയ്തതില് ആണ് പിന്നെ പൾസൽസ് ന്യൂമറസ് ആണ്. അത് തന്നെയാണ് പ്രശ്നം. ഇതിനകത്ത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയില് അവിടെ വന്ന ഇൻഫെക്ഷൻ ആണ് ഈ പ്രശ്നം. അതുകൊണ്ടാണ് ഈ കടച്ചിൽ. അപ്പൊ ഇൻഫെക്ഷനുള്ള മരുന്ന് തുടങ്ങിയോ അവിടെ പഴുപ്പിനുള്ള? ഞാനൊരു ഹോമിയോപ്പതി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അപ്പൊ അതിന് ആശ്വാസം കിട്ടുന്നില്ലെങ്കിൽ ആ പഴുപ്പിനുള്ള മരുന്ന് ആന്റിബയോട്ടിക്സ് തന്നെ വേണ്ടി വരുമെങ്കിലേ പഴുപ്പ് മാറുള്ളൂ. അത് നമ്മളെ മൂത്രം കൾച്ചറിന് കൊടുത്തിട്ട് ആന്റിബയോട്ടിക്സ് മരുന്ന് തന്നെ വേണമെങ്കിലേ പഴുപ്പ് മാറുള്ളൂ. അതിനോടൊപ്പം 2 കാര്യം നോക്കണം. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീർക്കം വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. പിന്നെ ഷുഗറിന്റെ പ്രശ്നം ഉണ്ടോ, ഡയബറ്റീസും കൂടെ ഉണ്ടോ എന്ന് നോക്കിക്കോണം ഈ പഴുപ്പ് വരുന്നതുകൊണ്ട്. കേട്ടോ? PSA നോർമലാ. PSA വേറെ. PSA നോക്കുന്നത് നമ്മൾ പ്രോസ്റ്റേറ്റിൽ ക്യാൻസർ ഉണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ്. നമുക്ക് ഇതിൽ വേണ്ടത് യൂറിൻ കൾച്ചറും സ്കാൻ ചെയ്ത് പ്രോസ്റ്റേറ്റിന്റെ സൈസും പിന്നെ ഈ ഇൻഫെക്ഷൻ ചികിത്സിക്കുന്നതിനുള്ള ആന്റിബയോട്ടിക്സ്. ആ ഇൻഫെക്ഷൻ ചികിത്സിച്ചാലേ കടച്ചിൽ മാറുള്ളൂ. ഓക്കെ. അപ്പൊ കൾച്ചർ ചെയ്താൽ മതി അല്ലേ? കൾച്ചർ ചെയ്യുന്നതിനോടൊപ്പം ഈ ആന്റിബയോട്ടിക്സ് തുടങ്ങണം, എങ്കിലേ പഴുപ്പ് പോവുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ, അതുപോലെ ഈ ഇൻഫെക്ഷൻസിൽ തന്നെ കംപ്ലീറ്റ് മാറാതെ അടിക്കടി വീണ്ടും വീണ്ടും വരുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടല്ലോ, അതെന്ത്? സാധാരണ യൂറിനറി ഇൻഫെക്ഷൻ നമ്മളിപ്പോ ഈ ഒരു ഏജിൽ അഡ്വാൻസ് ഏജിൽ ഈ വയസ്സായവർക്ക് എപ്പോഴും ഇൻഫെക്ഷൻ വരുമ്പോൾ അടിക്കടി വന്നുകൊണ്ടിരിക്കും. അതിന്റെ കാരണങ്ങൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു തന്നെയാണ്. ഒന്ന്, ഇവരുടെ പ്രതിരോധ ശേഷിക്കുള്ള കുറവ്, ഇമ്മ്യൂണിറ്റിക്കുള്ള കുറവ്. 1. 2, ഹോർമോണിനുള്ള വ്യത്യാസം. 3, ഈ ഇൻഫെക്ഷൻ വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചികിത്സിച്ച് മാറ്റാത്തതുകൊണ്ടുള്ള പ്രശ്നം. പലപ്പോഴും സംഭവിക്കുന്നത് നമ്മളിപ്പോൾ ഒരു പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം ആന്റിബയോട്ടിക്സ് കൊടുത്തുകൊണ്ട് മാറുന്ന ഒരു അസുഖം അല്ല അത്. അതിന് നമ്മൾ തുടർച്ചയായിട്ട് മരുന്ന് കൊടുത്ത് ആ ഇൻഫെക്ഷൻ കംപ്ലീറ്റ് അവിടെ ചിലപ്പോൾ 3 മാസം വരെ ചികിത്സിക്കേണ്ടി വരും. ചിലർക്ക് 6 മാസം അല്ലെങ്കിൽ 1 വർഷം വരെ മരുന്ന് കൊടുത്താൽ മാത്രമേ പ്രോസ്റ്റേറ്റിൽ നിന്ന് ഇൻഫെക്ഷൻ മാറി കിട്ടത്തുള്ളൂ. പലപ്പോഴും സംഭവിക്കുന്നത് ഇപ്പോൾ ഒരു യൂറിനറി ഇൻഫെക്ഷൻ കണ്ടു, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം മരുന്ന് കൊടുക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ സമയം ആ മരുന്നിൻ്റെ ഇഫക്റ്റ് കൊണ്ട് മാറി നിൽക്കും. ആ അണുക്കൾ തന്നെ വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അത് വളരെ കോമൺ ആണിത്. അപ്പോൾ അത് കംപ്ലീറ്റ് മാറുന്നവരെ നമ്മൾ യൂറിൻസ് ഇപ്പോൾ കൾച്ചറിൽ നമ്മൾ പോസിറ്റീവായിട്ട് കിട്ടി, ഓർഗാനിസം കിട്ടിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആന്റിബയോട്ടിക്സ് കൊടുത്തിട്ട് യൂറിൻ സ്റ്റെറൈൽ ആവുന്നവരെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുക. പഴുപ്പ് കംപ്ലീറ്റ് യൂറിനിൽ നിന്ന് മാറുന്നവരെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. രണ്ടാമത്തെ കാര്യം, ഈ പഴുപ്പ് അടിക്കടി വരുന്നതിന് ഒരു കാരണം കാണും. അത് ഈ മൂത്രത്തിലെ പഴുപ്പ് മാത്രം ചികിത്സിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ചികിത്സിച്ച് കഴിഞ്ഞ് പിന്നെയും പഴുപ്പ് വരും. അതിൻ്റെ കാരണങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലുള്ള പ്രശ്നമായിരിക്കും. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വളർന്നിരിക്കുകയാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നീക്കിയാലേ ആ പ്രശ്നം മാറുള്ളൂ. പിന്നെ മൂത്രം മുഴുവൻ പോവാതെ കെട്ടി നിൽക്കുന്ന പ്രശ്നമായിരിക്കും. അപ്പോൾ മൂത്രം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടെന്ന് നോക്കണം. ഇപ്പോൾ ആണുങ്ങളിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വളർച്ചയായിരിക്കും, അല്ലെങ്കിൽ സ്റ്റോണിൻ്റെ ആയിരിക്കും, മൂത്രസഞ്ചിയിലുള്ള കല്ലുകളായിരിക്കും. ഇപ്പോൾ സ്ത്രീയൊക്കെയാണെങ്കിൽ മൂത്രസഞ്ചിയുടെ പ്രവർത്തനത്തിന്റെ കുറവുണ്ട്, അല്ലെങ്കിൽ സിസ്റ്റോസിയിൽ നിന്ന് ഞാൻ നേരത്തെ പോലെ മൂത്രസഞ്ചി താഴ്ന്നു വരുന്ന ഒരവസ്ഥ. അപ്പോൾ മൂത്രം മുഴുവൻ ഒഴിക്കുമ്പോൾ പോകത്തില്ല, മൂത്രം കെട്ടി നിൽക്കും. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കാണും. ഇതൊന്നും അല്ലെങ്കിൽ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് ഈ ഡയബറ്റീസ്. പലപ്പോഴും പേഷ്യൻ്റ് അറിഞ്ഞുകൊണ്ടിരിക്കും അവരെ ഡയബറ്റിക് ആണെന്ന്. അടിക്കടി ഇൻഫെക്ഷൻ വന്ന് നമ്മൾ ബ്ലഡ് ഷുഗർ നോക്കുമ്പോഴായിരിക്കും ഭയങ്കര ഹൈ ബ്ലഡ് ഷുഗർ ആയിരിക്കും. അപ്പോൾ ഡയബറ്റീസ് ഒരു കോമൺ കോസാണ്. അടിക്കടി ഈ പഴുപ്പ് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഡയബറ്റീസ് ആണ്. ഇതൊക്കെ ആയിരിക്കും കാരണം. അപ്പോൾ ഇതൊക്കെ ട്രീറ്റ് ചെയ്താലേ ഈ ഇൻഫെക്ഷൻ പോവുള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് മാറുള്ളൂ.